നമസ്കാരം. അമേരിക്കൻ സൈനിക ചരിത്രത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായ ഏറ്റവും വലിയ ഒരു വെല്ലുവിളികളിൽ ഒന്നായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇറാനുമായിട്ടുള്ള സംഘർഷം. ആകാശത്ത് തങ്ങളെ തൊടാനായിട്ട് ആരുമില്ലെന്ന അമേരിക്കയുടെ ആത്മവിശ്വാസത്തിനേറ്റ വലിയൊരു തിരിച്ചടിയായിട്ട് ഈ പോരാട്ടം വിലയിരുത്തപ്പെടുകയാണ്. അത്യന്താധുനികമായിട്ടുള്ള F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉൾപ്പെടെ തകർക്കപ്പെട്ടത് ചില്ലറ നാശനഷ്ടമല്ല വരുത്തിവെച്ചിരിക്കുന്നത്. ഇറാൻ്റെ മിസൈൽ പ്രകടനശേഷിക്ക് മുന്നിൽ അമേരിക്കയുടെ പ്രതിരോധ കവചങ്ങളൊക്കെ തന്നെ പലപ്പോഴും പതറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് അമേരിക്കൻ ഭരണകൂടത്തിന് കേവലം ഒരു സൈനിക പരാജയം മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിലുള്ള അവരുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ ഏറ്റവും വലിയ മങ്ങൽ കൂടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 6 ആഴ്ചയോളം നീണ്ടുനിന്ന ഈ പോരാട്ടം അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ എത്തിച്ചിരിക്കുന്നത്. ഇറാനെ തകർക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങൾ ഒടുവിൽ അമേരിക്കയെ തന്നെ സാമ്പത്തികമായിട്ട് തളർത്തുന്ന അവസ്ഥയിലാണെന്ന് പുതിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നു. യുദ്ധത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ശതകോടിക്കണക്കിന് ഡോളറുകളാണ് അമേരിക്കയ്ക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വന്നത്. കേവലം 39 ദിവസം നീണ്ടുനിന്ന പോരാട്ടത്തിനായിട്ട് ഏകദേശം 3500 കോടി ഡോളറിലധികം അമേരിക്ക ചിലവിട്ടുവെന്നാണ് കണക്കുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്ക നേരിട്ടതിനേക്കാൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ പ്രതിരോധ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയ്ക്ക് ഈ യുദ്ധം വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. റഡാറുകളുടെയൊക്കെ തന്നെ കണ്ണുവെട്ടിച്ച് പറക്കാൻ കഴിയുന്ന നിഴൽ വിമാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന F-35 B-2 ബോംബറുകൾ എന്നിവയ്ക്ക് ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയത് ലോകരാജ്യങ്ങളെപ്പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക അപകടമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും പല വിമാനങ്ങളും ഇറാൻ്റെ മിസൈലേറ്റാണ് വീണതെന്ന് സ്വതന്ത്ര നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടുന്നു. തങ്ങളുടെ വ്യോമ മേധാവിത്വം തകർക്കപ്പെടില്ലെന്ന അമേരിക്കയുടെ ഉറച്ച വിശ്വാസത്തിനേറ്റ ഈ ഒരു തിരിച്ചടി ഭാവിയിൽ മറ്റു വൻ ശക്തികളുമായുള്ള ഏറ്റുമുട്ടലുകളിൽ അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. യുദ്ധം ദീർഘിച്ചതോടെ അമേരിക്കയുടെ ആയുധശേഖരത്തിൽ വൻതോതിലുള്ള കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയോ റഷ്യയോ പോലെയുള്ള വൻ ശക്തികളുമായിട്ട് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു യുദ്ധത്തിനായിട്ട് കരുതി വെച്ചിരുന്ന ആയുധങ്ങൾ പോലും ഇപ്പോൾ ഈ ചെറിയ കാലയളവിൽ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നിരിക്കുകയാണ്. പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനവും താഡ് പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങളുമൊക്കെ തന്നെ ഇറാൻ്റെ മിസൈലുകളെയും അതോടൊപ്പം തന്നെ ഡ്രോണുകളെയും നേരിടാൻ വലിയ തോതിൽ വിന്യസിക്കേണ്ടി വന്നു. ഒരേ സമയം ഒന്നിലധികം മിസൈലുകളൊക്കെ തന്നെ ഉപയോഗിച്ച് ഡ്രോണുകളെ തകർക്കുന്ന ഈ ഒരു സാങ്കേതിക വിദ്യ ചിലവേറിയതാണെന്ന് മാത്രമല്ല, ശേഖരം വളരെ വേഗത്തിൽ തീരാൻ കാരണമാവുകയും ചെയ്തു. ആയുധപ്പുരകൾ ശൂന്യമാകുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. നിലവിലെ ആയുധശേഖരം പഴയ നിലയ്ക്കാക്കണമെങ്കിൽ അതിന് തന്നെ വർഷങ്ങളോളം നീണ്ട പരിശ്രമവും ഭീമമായിട്ടുള്ള സാമ്പത്തിക നിക്ഷേപവും ആവശ്യമാണ്. ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും അവ കൃത്യമായി വിന്യസിക്കുന്നതിനും വേണ്ടി വരുന്ന സമയം അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെപ്പോലും താൽക്കാലികമായിട്ട് ദുർബലപ്പെടുത്തും. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു വലിയ സൈനിക ശക്തിയുമായിട്ട് യുദ്ധത്തിന് മുതിരുന്നത് തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ആത്മഹത്യാപരമായിരിക്കുമെന്ന് നയതന്ത്ര വിദഗ്ധർ പോലും ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. പസഫിക് അറ്റ്ലാന്റിക് മേഖലകളിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന ആധിപത്യത്തിന് ഇത് മങ്ങലേൽപ്പിച്ചേക്കാം. അമേരിക്കയുടെ സാമ്പത്തിക മേഖലയിൽ യുദ്ധം വരുത്തിവെച്ച ആഘാതം വളരെ വലുതാണ്. ഈ യുദ്ധം കാരണം ഹോർമുസ് കടലിടുക്കിലുണ്ടായ തടസ്സങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഇന്ധനവില കുതിച്ചുയരാനായിട്ട് കാരണമായി മാറിയിട്ടുണ്ട്. അമേരിക്കയിൽ പെട്രോൾ വില കുത്തനെ വർദ്ധിച്ചത് സാധാരണക്കാരായ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം US പണപ്പെരുപ്പം 3.3% ഉയർന്നു. ഇത് അമേരിക്കൻ വിപണിയിൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. പലിശ നിരക്ക് കുറച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാമെന്ന ഫെഡറൽ റിസർവിൻ്റെ പ്രതീക്ഷകളും ഈ യുദ്ധത്തോടെ അസ്തമിക്കുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ അമേരിക്ക നടത്തിയ നീക്കങ്ങൾ ആയുധശേഖരം റിപ്ലനിഷ് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അവനാഴിയിലെ അമ്പുകൾ തീരുന്നത് പോലെ അമേരിക്കയുടെ മിസൈലുകൾ കുറഞ്ഞു വരുന്നത് സൈനിക തലപ്പത്ത് വലിയ ഉത്കണ്ഠ ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. യുദ്ധം പെട്ടെന്ന് നിർത്തിവെക്കാനായിട്ട് അല്ലെങ്കിൽ സീസ് ഫയർ പ്രഖ്യാപിക്കാൻ അമേരിക്ക തയ്യാറായത് ഈ ആയുധ ദൗർലഭ്യം മൂലമാണെന്ന് പല വിദഗ്ധരും ഇവിടെ വിശ്വസിക്കുകയാണ്. കൂടുതൽ ആയുധങ്ങൾ ശേഖരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള സമയം വാങ്ങിയെടുക്കാനാണ് അമേരിക്ക ഈ ഒരു വെടിനിർത്തലിലൂടെ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന വാദത്തിന് ഇപ്പോൾ വലിയ പ്രസക്തിയുണ്ട്. യുദ്ധത്തെ അമേരിക്ക തങ്ങളുടെ പഴയ ആയുധങ്ങൾ പരീക്ഷിക്കാനും കാലാവധി തീരാറായിട്ടുള്ള ബോംബുകൾ ഉപയോഗിച്ച് തീർക്കാനുമുള്ള ഒരു വേദിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ലാഭകരമായ രീതിയിൽ പഴയ സ്റ്റോക്ക് യുദ്ധക്കളത്തിൽ തീർക്കുകയും പുതിയവ നിർമ്മിക്കുകയും ചെയ്യുക എന്നത് US-ൻ്റെ നയമാണ്. എന്നാൽ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ പഴയ ആയുധങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും പരാജയപ്പെട്ടു എന്നത് തീർച്ചയായിട്ടും അവർക്ക് അപ്രതീക്ഷിതമായിരുന്നു.
പുതിയ ആയുധങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് വിപണി പിടിക്കാനുള്ള അവസരമായിട്ട് ഈ യുദ്ധത്തെ കണ്ട അമേരിക്കയ്ക്ക് സ്വന്തം വിമാനങ്ങൾ തകരുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയായി. ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രതിരോധം അമേരിക്കയെ ഞെട്ടിക്കുന്നതായിരുന്നു. വില കുറഞ്ഞ ഡ്രോണുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളർ വിലയുള്ള സംവിധാനങ്ങളെ തകർക്കാൻ ഇറാന് സാധിച്ചു. ഇത് യുദ്ധതന്ത്രങ്ങളിൽ വന്ന വലിയ മാറ്റത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വലിയ സാങ്കേതിക വിദ്യകളെക്കാൾ ഉപരിയായിട്ട് വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള ചെറിയ നീക്കങ്ങൾ പോലും വൻ ശക്തികളെ തളർത്താനായിട്ട് പ്രാപ്തമാണെന്ന് ഈ സംഘർഷം തെളിയിച്ചു. അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഇത് കൃത്യമായി ശരിവെക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിനായിട്ട് ചിലവഴിക്കുന്ന ഓരോ തുകയും അത് ജനങ്ങളോട് കണക്ക് പറയേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ട്. എന്നാൽ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ ജനകീയമായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിച്ചും ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇപ്പോൾ കാരണമായി മാറിയിട്ടുണ്ട്. വിലക്കയറ്റവും നികുതി പണത്തിൻ്റെയൊക്കെ തന്നെ പാഴാക്കലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപിനും സംഘത്തിനും വലിയ വെല്ലുവിളിയായി മാറുന്നതായിരിക്കും. വിദേശകാര്യ വിദഗ്ധരടക്കം തന്നെ ഇതിൽ കൃത്യമായി നിരീക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമായും അമേരിക്കയുടെ ഗ്ലോബൽ പ്രസൻസ് അല്ലെങ്കിൽ ആഗോള സാന്നിധ്യം ഇന്ന് വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൈനിക താവളങ്ങളൊക്കെ തന്നെയുള്ള അമേരിക്കയ്ക്ക് അവയെല്ലാം തന്നെ ഒരേ സമയം സംരക്ഷിക്കുക എന്നത് തീർച്ചയായിട്ടും വളരെ പ്രയാസകരമായിരിക്കും. ഏഷ്യൻ യൂറോപ്പ് മേഖലകളിലെ സൈനിക ആസ്തികളൊക്കെ തന്നെ പശ്ചിമേഷ്യയിൽ ഉപയോഗിക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും അത് മറ്റു മേഖലകളിൽ അമേരിക്കയെ ദുർബലമാക്കിയിരിക്കുകയാണ്. കുറഞ്ഞത് 20 സൈനിക കേന്ദ്രങ്ങൾക്കെങ്കിലും കേടുപാടുകൾ ഇപ്പോൾ സംഭവിച്ചതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇവയുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വീണ്ടും വലിയ തുക ചിലവാക്കേണ്ടി വരും. ഇറാൻ്റെ ജനതയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും പൂർണ്ണമായിട്ട് തകർക്കുക എന്നതായിരുന്നു അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ പൂർണ്ണ ലക്ഷ്യമെങ്കിലും അത് പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല. പാലങ്ങളും ഊർജ്ജ നിലയങ്ങളുമൊക്കെ തന്നെ ആക്രമിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടും കീഴടങ്ങാനായിട്ട് ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആയുധങ്ങൾ കൊണ്ട് മാത്രം ഒരു ജനതയെ കീഴടക്കാൻ ആവില്ലെന്ന സത്യം അമേരിക്ക പതുക്കെ തിരിച്ചറിയുകയാണ്. ചർച്ചകളിലൂടെ മാത്രമേ ശാശ്വതമായിട്ടുള്ള സമാധാനം സാധ്യമാകൂ എന്ന ബോധ്യം അമേരിക്കൻ ഭരണകൂടത്തിൽ ഉണ്ടാകുന്നത് ഈ സൈനിക പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് വേണം ഇവിടെ കരുതേണ്ടതായിട്ട് വരുന്നത്. അമേരിക്കൻ ട്രഷറി ഈൽഡിലുണ്ടായ വർധനവ് സാമ്പത്തിക മേഖലയിലെ ആശങ്കയുടെ മറ്റൊരു പ്രധാന സൂചനയാണ്. ഫെബ്രുവരിയിൽ 3.96% ട്രഷറി ഈൽഡ് 4.3% ഉയർന്നു. ഇതാകട്ടെ നിക്ഷേപകർക്കിടയിലുള്ള അരക്ഷിതാവസ്ഥയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യുദ്ധം ഇപ്പോൾ സൈനിക തലത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു സാമ്പത്തിക യുദ്ധമായിട്ട് പരിണമിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് ദീർഘകാലം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തീർച്ചയായിട്ടും വേട്ടയാടും. ഇറാനെ നശിപ്പിക്കാൻ പോയ അമേരിക്ക ഇപ്പോൾ സ്വയം തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ പൊരുതുന്ന അവസ്ഥയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ പ്രസ്താവനകൾ ഈ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ഇറാനുമായുള്ള യുദ്ധം ഒരു ആണവ സംഘർഷത്തിലേക്ക് നീങ്ങാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് തീർച്ചയായിട്ടും അമേരിക്കയുടെ നിലവിലെ പരിമിതികളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം. 45%-ലധികം ആയുധങ്ങൾ ഉപയോഗിച്ച് തീർത്ത സാഹചര്യത്തിൽ ഇപ്പോൾ തൽക്കാലം പിൻവാങ്ങുക എന്നതാണ് അമേരിക്കയെ സംബന്ധിച്ച് മുന്നിലുള്ള ബുദ്ധിപരമായ വഴി. ആയുധശേഖരം പ്രസ്താവിക്കാനുള്ള കാലയളവിൽ ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ അന്ത്യത്തിന് പോലും ഒരുപക്ഷെ കാരണമായേക്കാമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. അതേസമയം വൈറ്റ് ഹൗസ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഔദ്യോഗികമായിട്ട് തള്ളിക്കളയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സൈന്യം തങ്ങളുടേതാണെന്നും ഏത് പ്രതിസന്ധിയെയും നേരിടാനായിട്ട് തങ്ങൾ സജ്ജമാണെന്നുമാണ് അവരുടെ അവകാശം. ഈ വാർത്തയുടെ അടിസ്ഥാനം തന്നെ തെറ്റാണെന്ന് അവർ വാദിക്കുമ്പോഴും പുറത്തു വരുന്ന സാമ്പത്തിക കണക്കുകളും അതോടൊപ്പം തന്നെ യുദ്ധക്കളത്തിലെ ദൃശ്യങ്ങളും മറ്റൊരു യാഥാർത്ഥ്യമാണ് വിളിച്ചു പറയുന്നത്. ഏതായാലും ഇറാൻ യുദ്ധം അമേരിക്കൻ ആധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ വഴിത്തിരിവാകുമെന്ന് ഉറപ്പാണ്.